നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. കൊടും ക്രൂരതകളെ തുടർന്ന് ലോകതലത്തിൽ ഒറ്റപ്പെട്ട ഇസ്രായേലിനെ വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. യുദ്ധമന്ത്രിസഭയുടെ കടുംപിടുത്തമാണ് സംഘർഷത്തിന് ആക്കം കൂട്ടുന്നതെന്നും ബൈഡൻ വിമർശിച്ചു. ഗസയിൽ നടക്കുന്ന വിവേചനരഹിതമായ ബോംബാക്രമണം മൂലം ഇസ്രായേലിന് ആഗോള പിന്തുണ നഷ്ടമാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് നെതന്യാഹുവിന് ബൈഡൻ മുന്നറിയിപ്പ് നൽകി. ഹമാസിന് തിരിച്ചടി നൽകിയതിൽ തെറ്റില്ല, എന്നാൽ ഫലസ്തീനിലെ നിരപരാധികളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. അതേസമയം ഇസ്രായേലിനുള്ള ആയുധ കൈമാറ്റത്തിൽ അമേരിക്ക മാറ്റം വരുത്തില്ലെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള UN പ്രമേയം ഇസ്രായേൽ തള്ളി. ഹമാസിന് മാത്രം ഗുണം ചെയ്യുന്ന നടപടിക്ക് ഒരുക്കമല്ലെന്ന് നെതന്യാഹുവിന്റെ വക്താവ് അറിയിച്ചു. 153 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഹമാസിനെ വിമർശിക്കാത്ത പ്രമേയം UN പാസാക്കിയത്. പ്രമേയത്തെ എതിർത്ത് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ 10 രാജ്യങ്ങളാണ് രംഗത്തെത്തിയത്. ബ്രിട്ടനും ജർമ്മനിയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രമേയം നടപ്പാക്കാൻ UN ബാധ്യതയില്ലെന്നിരിക്കെ ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ക്യാൻ യൂനസ്, ജബാലിയ, ശുജായിയ എന്നിവിടങ്ങളിൽ ഏറ്റുമുട്ടൽ അതീവ രൂക്ഷമായി തുടരുകയാണ്. കരയുദ്ധത്തിൽ 8 സൈനികർ കൂടി കൊല്ലപ്പെട്ടെന്നും 21 പേർക്ക് പരിക്കേറ്റതായും സൈന്യം അറിയിച്ചു. മധ്യ ഗസയിൽ അൽഖുദ്സ് ബ്രിഗേഡുമായി ചേർന്ന് 15 സൈനികരെ അടുത്തുനിന്ന് ആക്രമിച്ചതായി അക്കസം ബ്രിഗേഡ് പറഞ്ഞു. സയനിസ്റ്റ് സൈനികരുടെ ശ്മശാന ഭൂമിയായി ഗസ മാറുന്നുവെന്ന പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പുലരുകയാണെന്നും അൽഖസം ബ്രിഗേഡ് പറഞ്ഞു. അതിനിടെ തെക്കൻ ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. ഗസയിൽ ആരോഗ്യ മേഖല അപ്പാടെ തകർന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 11 ആശുപത്രികൾ മാത്രമാണ് ഭാഗികമായാണെങ്കിലും പ്രവർത്തിക്കുന്നത്. ഹൂതി ഭീഷണി തുടരുന്ന ചെങ്കടലിലേക്ക് ഇസ്രായേൽ സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് 4 യുദ്ധക്കപ്പലുകൾ കൂടി അയച്ചു. ജനീൻ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി തുടരുകയാണ് ഇസ്രായേൽ. നിരവധി പേരെ സേന പിടിച്ചുകൊണ്ടുപോയി. വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ള നടത്തുന്ന കനത്ത ആക്രമണങ്ങളിലും മാറ്റമില്ല. അതേസമയം ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ജോ ബൈഡന്റെ ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രസിഡന്റ് ബൈഡൻ നിങ്ങളുടെ ജീവനക്കാർ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നുവെന്ന ബാനറുമായി വൈറ്റ് ഹൌസിന് മുന്നിലാണ് പ്രതിഷേധം നടത്തിയത്. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയപ്പോൾ ഇസ്രായേലിനൊപ്പം അമേരിക്ക അടക്കം 10 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തിരുന്നു. ഇന്ത്യ അടക്കം 153 രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. കഴിഞ്ഞ തവണ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ആസ്ട്രിയ, പാരഗ്വേ, ചെക്ക് റിപ്പബ്ലിക്, ഗ്വാട്ടിമാല, ലൈബീരിയ, മൈക്രോനേഷ്യ, നൗറു, പാപ്പുവ ന്യൂഗിനിയ എന്നീ രാജ്യങ്ങളാണ് വെടിനിർത്തലിനെ എതിർത്തത്. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് 2ാം തവണയാണ് UN പ്രമേയം പാസാക്കുന്നത്. ഒക്ടോബർ 27-ന് 120 രാജ്യങ്ങളുടെ പിന്തുണയിൽ പ്രമേയം പാസാക്കിയിരുന്നു. അതേസമയം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ നിലപാട് US തള്ളി. ഇസ്രായേൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രിയാണ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം അനുവദിക്കുന്നില്ലെന്നും ഓസോ കരാർ അപ്രസക്തമെന്നും വ്യക്തമാക്കിയത്. എന്നാൽ ഇത് തള്ളിയ US പ്രസിഡന്റ് ജോ ബൈഡൻ ഫലസ്തീൻ അതോറിറ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഘട്ടമാണിതെന്ന് ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ ആവശ്യം ഉയരുമ്പോഴും ഗസയിലും വെസ്റ്റ് ബാങ്കിലും കൂട്ടുകുരുതി ഇസ്രായേൽ തുടരുകയാണ്. 2 മാസത്തിലേറെയായി തുടരുന്ന വംശഹത്യയിൽ ഗസയിൽ മാത്രം 18,608 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1,00,000-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇന്നലെ മാത്രം 196 പേരെയാണ് ഇസ്രായേൽ കൊന്നത്. ഗസയിൽ കൊല്ലപ്പെട്ടവരിൽ 70% സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് UN ചൂണ്ടിക്കാട്ടുന്നത്. ഗസയിൽ കരയുദ്ധം തുടങ്ങിയ ശേഷം തങ്ങളുടെ 116 സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ജബാലിയയിൽ സ്ത്രീകളെയും കുട്ടികളെയുമടക്കം പോയിന്റ് ബ്ലാങ്കിൽ വെച്ചാണ് വെടിവെച്ച് കൊന്നത്. ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഷാദിയ അബു ഗസാല സ്കൂളിലാണ് കുട്ടികളും സ്ത്രീകളുമടക്കം സിവിലിയന്മാരെ പോയിന്റ് ബ്ലാങ്കിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ വെടിവെച്ച് കൊന്നത്. അകത്ത് മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുകയാണെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു. അതേസമയം ഗസയിൽ അപ്രതീക്ഷിത തിരിച്ചടിയെന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയുടെ വിലയിരുത്തൽ. യുദ്ധത്തിൽ വലിയ വില നൽകേണ്ടി വന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇസ്രായേൽ മധ്യസ്ഥ നീക്കങ്ങൾ തേടിയെന്നും റിപ്പോർട്ടുണ്ട്. ലോകതലത്തിലെ വ്യാപക ഒറ്റപ്പെടൽ, കരയുദ്ധത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടി, ബൈഡൻ ഭരണകൂടവുമായുള്ള വിയോജിപ്പ് എന്നിവയ്ക്കിടയിൽ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ വലയുകയാണ് ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം. വടക്കൻ ഗസയിൽ 2 സീനിയർ കമാൻഡർമാരടക്കം 10 സൈനികർ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് സൈനിക മേധാവി തുറന്നു സമ്മതിച്ചു. ഹമാസ് നടത്തിയ ഒളിയാക്രമണത്തിലാണ് ഷുജായിൽ 9 പേർ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മാത്രം പരിക്കേറ്റ 49 സൈനികരെയാണ് സൊറാക്ക ആശുപത്രിയിൽ എത്തിച്ചത്. ചെറുത്തുനിൽപ്പിന്റെ വീര്യവും പ്രഹരശേഷിയും ശത്രുവിനെ ബോധ്യപ്പെടുത്തുന്നതിൽ പോരാളികൾ വിജയിച്ചതായി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ പറഞ്ഞു. യുദ്ധത്തിന് കനത്തതും വേദനാജനകവും പ്രയാസമേറിയതുമായ വിലയാണ് നാം നൽകേണ്ടി വരുന്നതെന്ന് ഇസ്രായേൽ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാറ്റസ് പറഞ്ഞു. ഇതുവരെ ഉയർന്ന ഓഫീസർമാരടക്കം 435 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വെളിപ്പെടുത്തി. അഷ്ദോദ് നഗരത്തിൽ ഹമാസ് റോക്കറ്റ് പതിച്ച് വ്യാപാര സമുച്ചയത്തിന് തകർച്ച സംഭവിച്ചു. തങ്ങളുടെ 8 നേതാക്കൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധത്തെ ഹമാസ് നിശിതമായി അപലപിച്ചു. ജനീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ സൈന്യം വെളുപ്പിനും ബോംബാക്രമണം നടത്തി. അതേസമയം വെടിനിർത്തൽ നിർത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയിൽ നിന്ന് പോലും ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. അന്താരാഷ്ട്ര പിന്തുണയോടെയോ അല്ലാതെയോ ഗസ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത്.
അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും ഗാസയിൽ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ചേർന്ന UN ജനറൽ അസംബ്ലി ഗാസയിൽ മാനുഷിക പരിഗണനകൾക്ക് പ്രാധാന്യം നൽകി എത്രയും വേഗം വെടിനിർത്തൽ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 153 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി. ഗാസയിലെ സാധാരണക്കാരനായ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കണമെന്നായിരുന്നു പ്രമേയത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഹമാസിനെതിരായ യുദ്ധം അതിന്റെ ലക്ഷ്യം കാണാതെ അവസാനിക്കില്ല എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എലി കോഹനൻ പറഞ്ഞത്. നന്ദി, നമസ്കാരം.